ഇന്ന് മോർണിംഗ് ഡ്യൂട്ടിയാണ്. 5:30 നീറ്റ്. എന്നും 5:30 തന്നെയാണ് നീക്കാറ്. ഒരു ബായി പറഞ്ഞ് ഞാനിറങ്ങി. ചൂടുകാലം തുടങ്ങിയാണ്ട് സൂര്യൻ നേരത്തെ തന്നെ ഉദിക്കാറുണ്ട്. മുന്നേ ഈ ടൈമിൽ ഇരുട്ടായിരുന്നു ഞാൻ പോകുമ്പോൾ. ഇപ്പോൾ ഭയങ്കര വെളിച്ചമൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ചൂടായി തുടങ്ങിയിട്ടുള്ളൂ. പിക്ക് ചെയ്യാനുള്ള വണ്ടി വന്നു. പിന്നെ കൂടെ കൂട്ടാനുള്ള ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് നേരെ പമ്പിലേക്ക് പോയി. ഇവിടെ കാക്കയേക്കാൾ കൂടുതൽ വിമാനമായിട്ടാണ് ഞാൻ കാണാറ്. ഒരു മിനിറ്റിലൊന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ ആകാശത്ത് വിമാനം കാണാം. ഞാൻ ഇപ്പോൾ ലൈസൻസ് എടുത്തിട്ട് ഏറെക്കുറെ 2 മാസം കഴിഞ്ഞു. ഞാൻ എന്താ പറയുക, എല്ലാവരും ഇപ്പോൾ കുറേ ഓഫറുകൾ കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. പക്ഷേ എനിക്കങ്ങനെ ഓഫറിലും കാര്യങ്ങളിലൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ ഡയറക്റ്റ് തന്നെ അവരുടെ ലിങ്കിൽ പോയിട്ടാണ് എടുത്തത്. അങ്ങനെ ഡ്യൂട്ടിക്ക് കയറി. കുറച്ച് നേരം നാട്ടിലെ വാർത്തകളൊക്കെ കണ്ടു. ഇന്നലെ ചെയ്ത സെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്തു. അതെല്ലാ ദിവസവും ചെയ്യണം, മാൻഡേറ്ററിയാണ്. ആരാണ് മോർണിംഗ് ഡ്യൂട്ടി ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ അയാളാണ് ചെയ്യുക. എല്ലാ ദിവസവും വേണ്ട, ഷിഫ്റ്റ് വൈസാണ് വർക്ക് വരാറ്. രാവിലെ 3 ദിവസം, ഉച്ചയ്ക്ക് ആഫ്റ്റർനൂൺ ഡ്യൂട്ടി 3 ദിവസം. 8 hours മാത്രമാണ് എനിക്ക് ഡ്യൂട്ടി വരാറ്. ഒരു 8:30 ആകുമ്പോൾ ചായയൊക്കെ കുടിച്ച് ഒന്നുകൂടി റിലാക്സ് ആയിട്ടിരുന്ന് ഒന്ന് ഫ്രഷപ്പായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഉറക്കമത്തിലല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകി സെറ്റായി. 8:30 ശേഷം ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ വർക്ക് വന്നിട്ടുണ്ടായിരുന്നു. വർക്ക് വന്നതിന് ശേഷം ഹാഫ് ആൻ അവറിൽ വർക്ക് കഴിഞ്ഞു. എന്നിട്ട് പിന്നെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ തുടങ്ങി. വീണ്ടും റെസ്റ്റ് തന്നെ. അടുത്തൊരു വർക്ക് വരും വരെ എക്സ്പെക്റ്റ് ചെയ്തിട്ടിരിക്കും ഞാൻ. ആളില്ലാത്ത കാരണം ഇപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ. മുന്നേ ഒരാളും കൂടി ഉണ്ടായിരുന്നു ഡ്യൂട്ടിക്ക്. അയാൾ നാട്ടിൽ പോയിക്കാണ്. ഇപ്പോൾ എല്ലാവരും സിംഗിളായിട്ടാണ് വർക്ക് എടുക്കൽ. പിന്നെ 8 hours ഡ്യൂട്ടി ഉള്ളൂ, പെട്ടെന്ന് കഴിയും. 2 മണിയായി എൻ്റെ ഡ്യൂട്ടി കംപ്ലീറ്റ് ആയി. ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ പോയപ്പോൾ നല്ല ഫുഡ് ഉണ്ടായിരുന്നു. കാരണം കൂട്ടുകാരൻ്റെ വൈഫ് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുന്നു. കൂടെ പ്രോട്ടീന് വേണ്ടിയിട്ട് ഞാൻ 3 ഓംലേറ്റും അതിൻ്റെ കൂടെ ഫ്രൈഡ് റൈസിലും കുറച്ച് നന്നായിട്ട് എഗ്ഗ് ചേർത്തിട്ടുണ്ടായിരുന്നു അവർ. പിന്നെ 4 മണിയാകുമ്പോൾ ജിമ്മിൽ പോകണം. 1 സ്കൂപ്പ് ക്രിയാറ്റിൻ അടിച്ച് കയറ്റി. സാധാരണ വന്നതിന് ശേഷം അടിക്കാറുണ്ട്, പക്ഷേ എൻ്റെ പ്രോട്ടീൻ പൗഡർ കഴിഞ്ഞിരിക്കുന്നത്. അതിനോട് ഞാൻ പോണേക്ക് മുമ്പ് ക്രിയാറ്റിൻ അടിച്ച് കയറ്റി നേരെ ജിമ്മിൽ പോകാനുള്ള തയ്യാറെടുപ്പായി, സെറ്റായി. ഇലക്ട്രിക് സ്കൂട്ടറിൽ ചാർജ് കുറവാണ്. ഞാൻ ചാർജ് ചെയ്യാൻ മറന്നുപോയി. എന്നാലും കുഴപ്പമില്ല, പോയിട്ട് വരാനുള്ള ചാർജും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. ഇഷ്ടം പോലെ പോവാം. സാധനം ഇത് മേടിച്ചത് ഭയങ്കര ലാഭമായിരുന്നു കേട്ടോ. ഇതുണ്ടെങ്കിൽ അത്യാവശ്യം സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോവാം. ഇതാണ് ജിമ്മ്. അപ്പോൾ ബൈ.